അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മരിച്ച വീടുകളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയെ, എന്താണ് കാരണമെന്ന് അറിയത്തില്ല. അവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് പ്രാർത്ഥനകളും വേർപാട് പ്രാർത്ഥനകളും ഒക്കെ കാണുന്നു. ഈശോയെ, മരണ വീടുകളും മരിച്ച് സ്വന്തപ്പെട്ടവർ വിടവാങ്ങിപ്പോയ വീടുകളും ആ സമയത്ത് എല്ലാവരും ഓരോരുത്തരും ഓടി വന്ന് സന്ധിച്ച് സമാശ്വസിപ്പിച്ചെങ്കിലും കർത്താവെ, ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വീട്ടിൽ അപ്പോഴാണ് ശരിക്കും മരിച്ച വീടായി മാറുന്നത്. മരിച്ച വീടുകൾ എപ്പോഴും മരിച്ച വീടായി മാറുന്നത് മരണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴാണ്. അത്തരം വീടുകൾ ഒത്തിരി കർത്താവ് കാണിക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം. ദൈവമേ, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ വിയോഗത്തിൽ ജീവിച്ചതുപോലെ ആത്മശക്തിയോട് ജീവിക്കാൻ വേണ്ടി അവർക്ക് അഭിഷേകം നൽകുന്ന പ്രാർത്ഥന. കർത്താവേ, പരീക്ഷയ്ക്ക് തോറ്റുപോയവരുണ്ട്, ഇന്റർവ്യൂ പരാജയപ്പെട്ടു പോയവരുണ്ട്, പണം അപഹരിക്കപ്പെട്ടവരുണ്ട്. കർത്താവേ, അവരെല്ലാം പണാപഹരണങ്ങളെ, ചില സമയത്ത് നമ്മുടെ സമാധാനം അപഹരിക്കപ്പെടും, ചില സമയത്ത് നമ്മുടെ സ്വത്ത് അപഹരിക്കപ്പെടും. കർത്താവിൻ്റെ വിസാ തട്ടിപ്പിലൊക്കെ വന്നിട്ടുള്ളത് അവരെല്ലാവരും ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ആദിമസഭയുടെ ആത്മാഭിമാനവും അഭിഷേകവും ഉണ്ട്. നമുക്ക് വായിക്കാം. എബ്രായർ 10:34 വായിച്ച്. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. കണ്ട ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടമായത് ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതായത് ഈ നഷ്ടപ്പെടുമ്പോഴും ഭൂമിയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശാശ്വതവും ഉത്കൃഷ്ടമായതിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണെന്നാണ് ആദിമസഭ ചിന്തിച്ചത്. കർത്താവേ, അതുപോലെ ചിന്തിക്കാനുള്ള അഭിഷേകം അവരുടെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, നീ പറഞ്ഞല്ലോ ഈശോയെ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഇതുപോലെ ലോകം നൽകുന്ന ദുഃഖങ്ങളെ കീഴടക്കാൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങളാൽ
ഞങ്ങളെ അങ്ങ് ആത്മധൈര്യപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സർവീശ്വര ആമേൻ. തിങ്കളാഴ്ച എന്താ പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരെ മാത്രമേ ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിക്കത്തുള്ളൂ. 3:13 അനുസരിച്ചുകൊണ്ട്. അപ്പോൾ വ്യക്തികളെ അങ്ങനെയാണ്, പ്രാർത്ഥനയും അങ്ങനെയാണ്. എന്താണ്? ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കണം എന്നർത്ഥം. അപ്പോൾ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം എന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യമുണ്ട് ബൈബിളിൽ, അല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി അതാണ് കണ്ട. അതൊക്കെ ദൈവഹിതം എന്താ ഇഷ്ടം? ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു. യേശുവിന് റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ആരാണ് വിശ്വസിക്കേണ്ടത്? ദൈവം അയച്ചവനിലുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം അയച്ചവനെ ക്രിസ്തുവല്ലേ? അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെങ്കിലേ ദൈവത്തിന് തോന്നണം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. ഇപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് തോന്നണമെങ്കിൽ നമ്മളുടെ ഈ പ്രാർത്ഥന മാത്രം പോരാ. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നണമെങ്കിൽ പിന്നെ എന്താണുള്ള മുമ്പിലുള്ള വിഷയം? നമ്മുടെ റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ആണ് ഈ വിശ്വാസത്തിൻ്റെ. എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയണത്, സിമ്പിളായിട്ടൊരു ഉത്തരവെന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. അതാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ വിശ്വാസത്തിന്റെ പ്രവർത്തനം ഞങ്ങളിലെ വർത്തമാനമാകുവാൻ ഇടയാക്കണമേ. നമ്മുടെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മളെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം എപ്പോഴും നമ്മുടെ റിസ്ക് എന്താണ്? ഓരോ ദിവസവും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറണം. എൻ്റെ പേര് ബിജി മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 21 എനിക്ക് അതുവഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹം, ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം 20 വർഷമായിട്ട് കലങ്ങി ഓയിൽ മൂടി കിടക്കുകയായിരുന്നു. വേനൽക്കാലമാകുമ്പോൾ ആണ് ഈ വെള്ളത്തിന് ഇങ്ങനെ വരുന്നത്. മഴക്കാലമാകുമ്പോൾ വെള്ളം കിണറ്റിൽ കൂടുമ്പോൾ ഈ പ്രശ്നമില്ല. ഒരു ഒക്ടോബർ മാസം ആകുമ്പോൾ മഴ കഴിയുമ്പോഴത്തേനും ഓയിൽ മൂടി വല്ലാത്ത ചുമപ്പ് കളറാകും. അതൊന്നിനും ഉപയോഗിക്കാൻ കൊള്ളില്ല. തുണി അലക്കാൻ, ടൈലിൻ്റെ കളറൊക്കെ മാറും, പാത്രം എല്ലാം മെഴുക്ക് പിടിച്ച് ഒന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഞങ്ങളുടെ ഒരു 500 മീറ്റർ അകലെയുള്ള ഒരു പറമ്പിൽ നിന്ന് ട്യൂബിൽ വെള്ളം കൊണ്ടുവന്നാണ് വേനൽക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ട്യൂബിൽ വെള്ളം കൊണ്ടിരുന്ന ഒരു റോഡ് ക്രോസ് ചെയ്ത റോഡിന് മണ്ണിൻ്റെ അടിയിൽ കൂടിയാണ് ട്യൂബ് ഇട്ടിരുന്നത്. ആ ട്യൂബ് ബ്ലോക്കായി പോയി. പിന്നെ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരണമെങ്കിൽ ആ റോഡ് മാന്തി കുഴിച്ച ട്യൂബ് വേറെ ഇടണം. അത് പ്രൈവറ്റ് വ്യക്തികളുടെ റോഡായിരുന്നു. ഫ്രണ്ടിൽ പഞ്ചായത്ത് റോഡും സൈഡിൽ ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് അത് ഒരിക്കലും നടക്കാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പഞ്ചായത്ത് റോഡ് കുഴിച്ച് ട്യൂബ് വേറെ മാറ്റിയിടാൻ നോക്കി. 100 കൂട്ടം നൂലാമാലകൾ ആ വേനക്കൊന്നും നടക്കുകയില്ലെന്ന് കണ്ട് പിന്നെ ഞങ്ങൾ ഏതായാലും കുഴൽക്കിണർ കുഴിക്കാമെന്ന് ഭർത്താവ് തീരുമാനിച്ചു. അങ്ങനെ കുഴൽക്കിണർ കുഴിക്കാൻ ആരംഭിച്ചു. 55 അടി താഴ്ന്നു കഴിഞ്ഞപ്പോൾ അതിൽ ട്യൂബ് ഇറക്കാൻ പറ്റുന്നില്ല. ഉരുളം കല്ലുകൾ വന്ന് ഹോളടയുന്നു. അത് സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ഉപേക്ഷിച്ചു. പിന്നെ വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടെ പവർ കൂടിയ ഒരു മെഷീൻ കൊണ്ടുവന്ന് ഒരു കുഴൽക്കിണറും കൂടെ കുഴിച്ചു. അതിലും അതുപോലെ തന്നെ ഉരുളൻകല്ല് വന്ന് ഹോളടയുന്നു. പൈപ്പ് ഇറക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ ഞങ്ങൾ ആ ഉദ്യമങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കിണർ കാണിച്ചു കൊടുത്തു. വല്ലാത്ത അവസ്ഥയിൽ കിണർ കിടക്കുന്നു. അച്ഛൻ പറഞ്ഞു തെക്ക് വശത്ത് വേറെ സ്ഥലമില്ല കിണർ കുഴിക്കാൻ. കിണർ കുഴിക്കേണ്ട സ്ഥലത്ത് സെപ്റ്റിക് ടാങ്ക് ആയി 2 സ്ഥാനം ഉണ്ടായിരുന്നു. ഒന്ന് അടുക്കളപ്പുറകിലും ഒന്ന് വടക്ക് വശത്ത് ഫ്രണ്ട് വശത്തുമായിരുന്നു. അവിടെ സെപ്റ്റിക് ടാങ്ക് ആയി പോയി. അന്നിപ്പോൾ അച്ഛൻ പറഞ്ഞു തെക്ക് വശമൊന്നും പ്രശ്നമില്ല, നിങ്ങളവിടെ കുഴിച്ച് നോക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കൃപാസനം വന്ന് ഉടമ്പടി എടുക്കുന്നത്. വെള്ളത്തിൻ്റെ സകല വഴികളും അടഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ കൃപാസനം വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ ഉപ്പ്, ഉടമ്പടി ഉപ്പ് കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കിണറ്റിലിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ തൈര് പിരിഞ്ഞ് മാറി കിടക്കുന്ന പോലെ ചെളിയും ഓയിലെല്ലാം പിരിഞ്ഞ് മാറി കെട്ടിൻ്റെ സൈഡിലേക്ക് മാറി കിടക്കുന്നു. അങ്ങനെ ആ വെള്ളം തെളിഞ്ഞ് ഞങ്ങൾ കിണർ തേകി വൃത്തിയാക്കി. ഞങ്ങളിപ്പോൾ 3 വർഷമായിട്ട് ആ വെള്ളം ഉപയോഗിക്കുന്നു. വേറെ വെള്ളം കൊണ്ടുവരേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ വേറെ കിട്ടിയ അനുഗ്രഹം, ഭർത്താവിന് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. വേറെ മരുന്നുകളെല്ലാം കഴിച്ചിരുന്നു, എങ്കിലും ഒന്നും മാറ്റം വന്നില്ല. 20 വർഷമായിട്ടുണ്ടായിരുന്ന പൈൽസിൻ്റെ അസുഖമാണ്. ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും അതിനൊരു കുറവും ഉണ്ടായില്ല. ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ കാലിന് വല്ലാത്ത വേദനയുണ്ടായിരുന്നു. ഞരമ്പ് ചുരുണ്ടുകൂടിയിരിക്കുന്നതുകൊണ്ട് വല്ലാത്ത കട്ട് കഴിക്കുന്ന പോലെ ഭയങ്കര വേദന. എനിക്കൊരു 20 മിനിറ്റ് കൂടുതൽ 10-20 മിനിറ്റ് കൂടുതൽ ഇങ്ങനെ നിൽക്കാൻ ഒരേ നിൽപ്പ് നിൽക്കത്തില്ല. കുറച്ച് പണിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കാല് നിവർത്തിയിരിക്കണം, അല്ലെ ഒരു അരമണിക്കൂറൊക്കെ പോയി കിടക്കണം. അത് 8 വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ വേദനയാണ്. അതിപ്പം പല ചികിത്സകളും ഇംഗ്ലീഷ് മരുന്നും സിദ്ധയും അതുപോലെ ആയുർവേദ ചികിത്സകളൊക്കെ നടത്തിയിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയില്ല. ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പഴയ ഉടമ്പടി ധ്യാനം ഇങ്ങനെ ഞാൻ എപ്പോഴും ഉടമ്പടി ധ്യാനം ഓരോന്ന് മാറ്റി അങ്ങനെ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഞാൻ ഈ വല്ലാത്ത കാലിന് വേദനയായിട്ട് എനിക്ക് അടുക്കളയിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അന്നേരം എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇരുന്നുകൊണ്ട് കൂടാം. അത് കാലൊക്കെ നിവർത്തി തറയിലിരുന്നു കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറയുന്നു, കാലിന് വേദന കൊണ്ട് വല്ലാതെ വിഷമിച്ചിരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന മകളുടെ കാലിൻ്റെ വേദന മാറിയിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ കാലിന് വല്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. വേറൊരു ദിവസം ഞാനിങ്ങനെ നേർച്ച വസ്തുക്കളൊക്കെ മറ്റുള്ളവർക്ക് പുരട്ടി കൊടുത്തിട്ട് അവർക്ക് അനുഗ്രഹം സൗഖ്യം കിട്ടാൻ വന്നപ്പോൾ ഞാനൊരു പരാതി പറഞ്ഞു. ഞാൻ ആർക്കും നേർച്ച വസ്തു പുരട്ടി കൊടുക്കുകയല്ല, ഞാൻ പുരട്ടി കൊടുത്തിട്ട് ആർക്കും സൗഖ്യം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ദിവസം എനിക്ക് എൻ്റെ പോയ കാലിൻ്റെ വേദന പിന്നെയും വന്നു. എനിക്ക് ഒരു ഇച്ചിരി നേരം ഇരുന്നാൽ കാല് നിവർത്തിയിരുന്നാൽ മാറുന്ന എൻ്റെ കാലിൻ്റെ വേദന മാറിയില്ല. മണിക്കൂറുകൾ ഇരുന്നിട്ടും കടന്നിട്ടും ഒന്നും എനിക്ക് മാറുന്നില്ല. അന്നേരമാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇനി ഉടമ്പടി തൈലം ആർക്കും തേച്ച് കൊടുക്കത്തില്ല, ഉപയോഗിക്കുകയല്ല. പെട്ടെന്ന് മാതാവിനോ ഈശോയ്ക്കും എന്നോട് ഞാൻ ക്ഷമ ചോദിച്ചു. ആ തൈലം എടുത്ത് പുരട്ടി ആ സെക്കൻഡിൽ തന്നെ ആ വേദന മാറിക്കിട്ടി. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആ വേദന പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വചനം 32-ാം സങ്കീർത്തനം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഞാനൊരു സാധാ ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ വലിയ വിശ്വാസവും സാധാ പള്ളിയിൽ പോകും, അതൊക്കെ ചടങ്ങിന് മാത്രം, പ്രാർത്ഥനയും എല്ലാം. ഒരു ദിവസം കുർബാന മുടങ്ങിയാലും പ്രാർത്ഥന മുടങ്ങിയാലും ഒന്നും എനിക്ക് അങ്ങനെ ഒരു വിഷയമാക്കിയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായി വായിച്ചു. അതുപോലെ എന്നും പള്ളിയിൽ പോകും, 2 ആഴ്ച കൂടുമ്പോൾ ഉള്ള കുമ്പസാരം, അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യം 1 മണിക്കൂർ ബൈബിൾ വായന, യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ, ധ്യാനം എല്ലാം ഒരു മുടക്കവും കൂടാതെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പോൾ വെറും ഒരു കൊന്ത ചെല്ലാനൊക്കെ മടിയായിരുന്നു. ഇപ്പം സമ്പൂർണ്ണ ജപമാലയാണ് ഞാൻ ചെല്ലുന്നത്. ആദ്യമൊക്കെ ഞാൻ കൃപാസനത്തിൻ്റെ ജപമാല ചെല്ലുമായിരുന്നു. അച്ഛൻ പറഞ്ഞു 20 ജപമാലയാണ് കൃപാസനത്തിൻ്റെ ഒരു കൊന്ത എന്ന് പറഞ്ഞ് ഞാൻ അത് ചെല്ലുമായിരുന്നു ആദ്യം.
പിന്നെ സമയമില്ലാതെ വന്നപ്പോൾ സമ്പൂർണ്ണ ജപമാല ചെല്ലും. ഓരോ സമ്പൂർണ്ണ ജപമാല ചെല്ലുമ്പോഴും അതിലൊരു കൊന്ത കൃപാസനത്തിന് വേണ്ടിയിട്ടാണ്. കൃപാസനത്തിൻ്റെ ഇതിലെ അമ്മയുടെ പ്രത്യക്ഷീകരണം സ്വീകരിക്കുന്നതിനും പി ജോസഫ് അച്ഛൻ്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഓരോ സമ്പൂർണ്ണ ജപമാല ചെല്ലുമ്പോഴും ഓരോ കൊന്ത അതിന് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ ആത്മീയമായി എന്നെ ഒത്തിരി വളർത്തിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദിയും. അതുപോലെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് വൃദ്ധസദനങ്ങളിൽ ഒരു വൃദ്ധസദനത്തിലും 2 അനാഥ മന്ദിരങ്ങളിലും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ അവരുടെ ക്ലീനിങ്, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയം അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ഈ കൃപാസനത്തിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ അവരെ കേൾപ്പിച്ചു കൊടുക്കും. അതുപോലെ ഞാനിങ്ങനെ മാനന്തവാടിയിൽ ഒരു ആൻസ് ഭവനം തന്ന ഒരു അനാഥ മന്ദിരത്തിൽ പോയപ്പോൾ അവിടെ ഞാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും അവർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകും. ഒരു ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഷേപ്പിൽ കിട്ടിയല്ല. അതുകൊണ്ട് ഞാൻ വിശുദ്ധ ഉപ്പിട്ട് ഉണ്ടാക്കി എല്ലാം നല്ല ഷേപ്പിൽ വന്നു. ആ സമയത്ത് ഞാൻ വലിയ സന്തോഷത്തോടെ ഉണ്ടാക്കിക്കൊണ്ടേ. ലാസ്റ്റാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർന്നപ്പോഴും ആ ചട്ടിയിൽ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഇരിക്കുന്നു, ഒട്ടും തീർന്നിട്ടില്ല, നല്ല തെളിഞ്ഞിരിക്കുന്നു. ഞാൻ അതൊക്കെ പറഞ്ഞ് അവർക്ക് അത് കൊണ്ട് കൊടുക്കും. അതുപോലെ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ അനാഥ മന്ദിരത്തിൽ 450 ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടെ പോയി ഡ്രസ്സെല്ലാം ഞങ്ങൾ കഴുകി കൊടുക്കും. അതുപോലെ പത്രം കൊടുക്കാൻ പ്രേക്ഷക പ്രവർത്തനം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ, വയനാട് മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ്, പിന്നെ കോഴിക്കോട്, അതുപോലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അച്ഛൻ ഓരോ ധ്യാനത്തിനും പറയുന്ന ഏറ്റവും വലിയ നേർച്ച പത്രം കൊടുക്കുന്നതാണ്. ആ മാസം ഞാൻ 10 കെട്ട് പത്രം മേടിച്ചു കൊടുത്തു. അതുപോലെ ഈ പ്രത്യേകതയുള്ള ദിവസം ഈ കൃപാസന റാലിയുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതൽ പേപ്പർ മേടിച്ച് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി അവർക്കൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ടായി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? അതുപോലെ ഞാൻ പേപ്പർ കൊടുത്തപ്പം ഐശുവിൻ്റെ വാതിക്കൽ കടന്ന ആൾ ചാടി അടിക്കാൻ എഴുന്നേറ്റ് വന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ? എനിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ മാതാവും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയല്ലേ, അവർ ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ലല്ലോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങനെ പലരും പറഞ്ഞു ചേച്ചി ദൈവമായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പേപ്പർ കൊണ്ടങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ബിജി ആൻ്റണി എന്ന ഈ മകള് തനിക്ക് കിട്ടിയ കൃപകൾ, ഭൗതികമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിച്ചു. 20 വർഷമൊക്കെ ആയിട്ട് തങ്ങൾക്ക് കുടിവെള്ളത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അത് വേനൽക്കാലമാകുമ്പോൾ എങ്ങനെയാണെന്നും എത്രമാത്രം റിസ്ക്കിലാണ് ഇവരെ കുടിവെള്ളം കൊണ്ടുവന്നിരുന്നതെന്നും ഇതൊക്കെ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വെഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 3 വർഷമായി ഇപ്പോൾ തങ്ങൾക്ക് അനുഭവിച്ചിരുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒന്നിനും തങ്ങൾ മറ്റാരെയും, മറ്റൊരു സ്രോതസ്സും മറ്റൊരു സോഴ്സും തങ്ങൾക്കില്ല. ഇന്ന് ആ കിണറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ വെള്ളം സമൃദ്ധമായിട്ട് നല്ല ശുദ്ധജലം ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഈ മകൾ പറയുക. അതോടൊപ്പം തന്നെ തൻ്റെ ഹസ്ബൻഡിൻ്റെ 20 വർഷമായ രോഗസൗഖ്യം, അതുപോലെ തൻ്റെ 8 വർഷമായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്, ഇതൊക്കെ തങ്ങൾക്ക് മാറുവാൻ, അത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് തനിക്ക് ആ ഒരു സൗഖ്യം ലഭിക്കുക. അതും പഴയ ഒരു ഉടമ്പടി ധ്യാനം എന്നാണ് ഈ മകൾ പറഞ്ഞത്. അങ്ങനെ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞ് തനിക്ക് സൗഖ്യം ലഭിച്ചു. എന്നാൽ താൻ അല്പം തൻ്റെ വിശ്വാസത്തിൽ താൻ അല്പം ഒന്ന് പതറി, വീണ്ടും തനിക്ക് ആ വേദന വരുന്നതും പിന്നീട് എങ്ങനെയാണ് തനിക്കിപ്പോൾ പരിപൂർണ സൗഖ്യം എന്നുള്ള രീതിയിലേക്ക് ബോധ്യങ്ങൾ ലഭിച്ച് താൻ മൂലം മറ്റുള്ളവർ സൗഖ്യപ്പെടുന്നു. അതായിരുന്നു ഈ മകളുടെ ഒരു പരാതി. ഞാൻ മൂലം ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് ആർക്കും ഫലിക്കുന്നില്ലല്ലോ. ആ ഒരു പരാതി ഇപ്പോൾ എങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് 100-ൽ 75%. അതായത് അതിന് അത്രയേറെ പ്രത്യേകതയും അത്രയേറെ പ്രാധാന്യവുമുണ്ട്. ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, അറിയാത്തവരെ അറിയിക്കുക, അത് ഈസി അല്ല. അടിക്കാൻ വരെയും ആളുകൾ വന്നു, നിനക്ക് വേറെ ജോലിയില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ വളരെ പരസ്യമായിട്ട്
താൻ അവഹേളിക്കപ്പെട്ട അവസരങ്ങൾ, പക്ഷേ അതൊന്നും തനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല ഈശോയെ കൊടുക്കുവാൻ. താൻ വളർന്നത്, അതായത് താനൊരു സാധാ ക്രിസ്ത്യാനി, എന്നാൽ ഇന്ന് വിശ്വാസത്തിൽ താൻ ഒത്തിരിയേറെ ദൃഢപ്പെട്ടു. വിശ്വസ്തതയിൽ, കർത്താവിനോടുള്ള വിശ്വസ്തത എന്താണെന്നറിഞ്ഞോ, എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന, കൂദാശ ജീവിതം എന്നുള്ളത് ഉടമ്പടിയിലൂടെ താൻ പഠിച്ചു എന്നൊക്കെയാണ് ഈ മകൾ ഇവിടെ പറയുന്നത്. അപ്പോഴാണ് തിരുവചനം അരുളി ചെയ്യുക. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്. 34 അധ്യായത്തിൽ, അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തു നിന്ന് ഞാൻ തുരത്തും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും. അത് അനുഗ്രഹ വർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും. ഭൂമി വിളവ് തരും. അവർ ദേശത്ത് സുരക്ഷിതരായി വസിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട്, കൈ നനയാതെ മീൻ പിടിക്കുക എന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. അതായത് നാം ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിരുന്ന് ഉടമ്പടി എടുത്തല്ലോ എന്നോർത്തിരിക്കുകയല്ല. അതാണ് ബിജി ആൻ്റണി പറയുക. തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൃപാസന പത്രം കൊടുക്കുമ്പോഴും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ എത്രമാത്രം ഉത്സാഹമാണ്. അതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അതിനൊന്നും താൻ ഒരു കുറവും വരുത്തുന്നില്ല. തനിക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും താൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഗ്രൂപ്പായിട്ടും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അങ്ങനെ മേടിച്ചെടുക്കുകയാണ്. അതാണ് ബലവാന്മാർ സ്വർഗരാജ്യം കൈവശപ്പെടുത്തുമെന്ന് ഈശോ പറയുക. ഈ ബലം, ഇത് ആത്മബലമാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ബലമാണ്. ഇതാണ് ഉടമ്പടിയുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഉടമ്പടി ജീവിതം നിത്യത പ്രാപിക്കുവാൻ. കരങ്ങളടിച്ച് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.